ആണുങ്ങളെ ചില സമയത്ത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി ഈ മെരിട്ട് ഉപയോഗിക്കും. ഈ ജെറോമി എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് ഞാൻ മെരിട്ടിലാണ് ജീവിച്ചതെന്നാണ്. എന്താ കാര്യം? മെരിട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധി, എൻ്റെ പരിശ്രമം, ഹാർഡ് വർക്ക്, എൻ്റെ ഉറക്കം നിപ്പ്, അതുകൊണ്ടാണ് ഞാൻ ജീവിതത്തിൽ വിജയിച്ചത്. പിന്നെ ദൈവത്തിന് അവിടെ ഓപ്ഷൻസോ പ്രൊവിഷൻസോ ഇല്ല. അതുകൊണ്ട് ഞാൻ എന്തിന് പള്ളിയിൽ പോകണം? അമ്മ എന്നോട് പറയും, എടാ ഇന്ന് ഞായറാഴ്ചയാണ്, അബുദാബി പള്ളിയുണ്ടല്ലോ, അപ്പോൾ പോകണമെന്ന് പറയുമ്പോൾ ഉടനെ ഇയാളൊരു മുട്ടായിത്തി പറയും, എന്താ കൊച്ചിന് പാടില്ലല്ല എന്ന് പറയും. ഒക്കെ അപ്പം അയാൾ പറയുന്നുണ്ട്, അത് ഞാൻ അമ്മയെ പറ്റിക്കാൻ വേണ്ടി പറയണതാണ്, എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടാണ് ഞാൻ പോകാഞ്ഞതെന്ന്. ഞാൻ അമ്മയെ പറ്റിക്കാൻ വേണ്ടി പറയണതാണ് എന്ന് ഓരോ ദിവസവും ഓരോ മുട്ടായിത്തി പറയും. കൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന് മുടന്തൻ ന്യായങ്ങളുടെ എണ്ണം കൂടും. പ്രാർത്ഥന മാറ്റിവെക്കാനും അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഓരോ ന്യായങ്ങൾ കണ്ടുപിടിക്കും. നമ്മളിന്ന് പള്ളിയിൽ പോയതാണല്ല, ഇന്ന് പെരുന്നാളായിരുന്നല്ല, അവിടെ കൊന്ത ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കൊന്ത ചെല്ലണമെന്ന് പറയും. അവിടെ കൊന്ത ഉണ്ടായിരുന്നത് ശരിയാണ്, പക്ഷെ നീ കൊന്തൊക്കെ കൂടിയോ? അല്ല, കൂടിയിട്ടില്ല. അവിടെ പോയി ഇരിപ്പുണ്ടായിരുന്നു, ആ കൊന്തയിൽ നീ പങ്കെടുത്തോ? ആ സമയത്ത് നീ വേറെ പല വിചാരം കൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ പോയി ആ പ്രദേശത്ത് പള്ളിയിൽ പെരുന്നാളിനെ കൊന്തയിലണ സമയത്ത് ആ പ്രദേശത്തുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വകുപ്പിൽ കുടുംബപ്രാർത്ഥന മുടക്കുകയാണ് നീ. മനസ്സിലായില്ലേ? ഇപ്പം ഈ റിലേഷൻസ് നിങ്ങൾ നോക്കണം ശരിക്കും. അപ്പം ഇങ്ങനെ പതുക്കെ വിട്ടു പോവുകയാണ് ദൈവത്തിലേക്ക്. ഈ ആൾക്ക് നിത്യത അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയകാല വിശ്വാസവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിശ്വാസവും എല്ലാം കൊണ്ട് നിങ്ങൾക്ക് നിത്യതയ്ക്ക് നിങ്ങൾ അസൈൻ ചെയ്ത് പോയിട്ട് അതിനെ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണവതാണ്. ഈ ജ്ഞാനസ്ഥാനമായാലും ഒപ്രിഷ്മയായാലും ഇതെല്ലാം നിത്യതയെ പ്രത്യേകിച്ച് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കൂദാശകൾ മൂന്നും കിടക്കുന്നത്. ജ്ഞാനസ്ഥാനം നിത്യതയുടേതാണ്, ഒപ്രിഷ്മ നിത്യതയുടേതാണ്. അതുപോലെ തന്നെ നിത്യയുടെ ഒപ്രിഷ്മയാണ് പവർഫുൾ വെച്ചാൽ നിത്യതയുമാണ് അനുദിന ജീവിതത്തിലതുമാണ്. ഒപ്രിഷ്മയ്ക്കുള്ള ഗുണം അതാണ്. പരിശുദ്ധാത്മാവ് നിത്യതയിലും ഏറ്റവും പ്രധാനമായിട്ട് പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത് അനുദിന ജീവിതത്തിലാണ്. നീ എന്താണ് വഴി, നീ നടക്കേണ്ട വഴി, നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഓരോരോ സമയത്തും ദൈവത്തിൻ്റെ വഴികളിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നമുക്കൊരു കോൺഷ്യസ് ഉണ്ടായാൽ മാത്രം മതി പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. പിന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്കോഷൻസ് ഉണ്ടാകണം, കോൺഷ്യസ് ഉണ്ടാകണം, ബോധം, പ്രിക്കോഷൻസ് ഉണ്ടാകണം. എന്താണ്? ഒരു മുന്നൊരുക്കം ഉണ്ടാകണം, നമുക്കതിനെക്കുറിച്ച് ജാഗ്രത ഉണ്ടാകണം. അത്ര ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ജീവിതം ഈസിയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പം നീ നടക്കേണ്ട വഴി ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ഡെയിലി പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് മങ്ങലേൽപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യാൻ കുറവും. ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ പെട്രോൾ പോലെയും ചില വണ്ടികൾക്ക് നമ്മൾ ഒരു വർഷം കൂടുമ്പോൾ വണ്ടിയുടെ ഓയിൽ ഒഴിക്കത്തില്ലേ, അതാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയണത്. ഓയിൽ ഒഴിക്കുമ്പോഴാണ് എൻജിൻ സ്മൂത്തായിട്ട് റൺ ചെയ്യത്തുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തേയ്മാനം കൂടും, കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് വീണ് പോകും, പിന്നെ അത് വിൽക്കാനേ പറ്റത്തുള്ളൂ. എൻ്റെ ചിലപ്പോൾ പറയും, നമ്മൾ പാർട്സിന് വേണ്ടി ചെല്ലുമ്പോൾ പറയും, അയ്യോ ഇത് ഇപ്പം കമ്പനി ഈ പാർട്സ് ഇറക്കണില്ലെന്ന് പറയും. നിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും, ആ വണ്ടി പോയി. അതാണ് സംഭവം. അത് ഓയിൽ പോയി. അതുകൊണ്ട് എപ്പോഴും പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കാതിരിക്കണം, പിന്നെ നിർവീര്യമാക്കാതിരിക്കണം. അതാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ചെല്ലാവരും ജീവിതം ജീവനേ.
കേട്ട് പാടാതെ, ചുണ്ടുകൊണ്ട് പാടാതെ, ഒന്ന് ചങ്ക് കൊണ്ട് പാടുകയും ആ പ്രാർത്ഥന പാടുമ്പോൾ നീ വരൂ ദിവ്യകാരുണ്യമേ എന്ന് പറയുമ്പോൾ ദൈവത്തിന് തോന്നണം നീ പേഴ്സണലായിട്ട് ഇത് ആവശ്യപ്പെടുന്നുണ്ടെന്ന്. ആ വാക്ക് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആ വാക്കിൻ്റെ സെൻസ് നോക്കി വേണം പ്രാർത്ഥിക്കാൻ. അതാണ് സെൻസിബിൾ പ്രെയർ എന്ന് പറയണത്. ആ വാക്കിൻ്റെ സെൻസ് ഗ്രാസ്പ് ചെയ്ത് ആണ് നമ്മൾ അത് ആക്ടിവിറ്റി ചെയ്യണത്. അല്ലെങ്കിൽ നോൺസെൻസ് പ്രെയർ ആവും. പല ആൾക്കാരുടെയും പ്രാർത്ഥനയും പാട്ടും നോൺസെൻസ് പ്രെയറാണ്. എന്താ കാര്യം? അങ്ങനെ പാടുന്നു, കേൾക്കേണ്ടത് തട്ടിവിടുന്നു, അത്രേ ഉള്ളൂ നോൺസെൻസ് പ്രെയർ. പക്ഷേ സെൻസിബിൾ പ്രെയർ എന്ന് പറയണത് ആ വാക്ക് ഉദ്ദേശിക്കണ എന്താണ് അത് ഞാൻ ഫീൽ ചെയ്തിട്ടാണ് ഞാനത് പുറത്തേക്ക് സ്പെൽ ഔട്ട് ചെയ്യണത്. നമുക്കൊരുമിച്ച് ആ വാക്ക് നെഞ്ച് കൈവച്ചുകൊണ്ട് നീ വരൂ ദിവ്യകാരുണ്യമേ അനുഭവിച്ച് പാടാം. ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ. ഒരുമിച്ച് എല്ലാവരും നീ വരൂ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ കാരുണ്യമേ. ജീവിതം ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ കാരുണ്യമേ. നീ വരൂ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ. ജീവനെ നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ. കണ്ണുകൾ അടച്ചുകൊണ്ട് ഏകാഗ്രതയോടെ നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ. ജീവനെ ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ കാരുണ്യമേ. ജീവിതം ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ കാരുണ്യമേ. Praise the Lord. ഈ പാട്ടിൻ്റെ അഭിഷേകം എന്താണെന്നറിയാവോ? ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനെ നിത്യകാരുണ്യമേ. ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഇനി എൻ്റെ കഴിവിലല്ല, നിന്റെ കാരുണ്യത്തിൽ. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ദൈവമേ, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ഹല്ലേലൂയ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ കാരുണ്യമേ. നീ വരൂ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ. നീ വരൂ. ഒരുമിച്ച് പാടും. നീ വരൂ ദിവ്യകാരുണ്യമേ, കണ്ണുകൾ അടച്ചുകൊണ്ട് നീ വരൂ ദിവ്യകാരുണ്യമേ.
ഭാഷാവരത്തോടെ അടിപ്പിണ പോലെ കർത്താവേ, വൈദാഘാതം പോലെ കർത്താവേ, ദൈവികമായ ശക്തി എല്ലാ മക്കളിലേക്ക് അഭിഷേകം ചെയ്യണമേ, എല്ലാ മക്കളിലേക്ക് അഭിഷേകം ചെയ്യണമേ. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ എന്നെയും ഒരുക്കിയതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ലിൻസി ടോമി. ഇതെൻ്റെ മകൻ നിതു ടോമി. ഞങ്ങൾ ഇരിങ്ങാലക്കുട സെയിൻറ്റ് തോമസ് കത്തീഡ്രൽ ഇടവകങ്ങളാണ്. 2018 മുതൽ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരുവാൻ തുടങ്ങിയതാണ്. ഞാൻ എൻ്റെ മകന് മർച്ചൻ്റ് നേവിയിൽ സെക്കൻഡ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അടുത്ത റാങ്കിലേക്ക് കയറുവാനുള്ള എക്സാമിന് വേണ്ടി ഡേറ്റുകൾ പലതും ഷിഫ്റ്റിൽ വെച്ചായിരിക്കുമ്പോഴാണ് ഡേറ്റുകൾ വരുന്നത്. അതുകൊണ്ട് എക്സാം എഴുതാൻ ഒത്തിരി വൈകി. 2 സെറ്റ് എക്സാം ഒരുമിച്ച് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ അവൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു സെറ്റ് എഴുതാം, ഇപ്പം എഴുതാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഈ പ്രാവശ്യം തന്നെ അത് ആ എക്സാം എഴുതിക്കോളാൻ പറഞ്ഞു. നമ്മൾ ഉടമ്പടി എടുത്തിട്ടുള്ളതല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ സെറ്റ് എക്സാം കഴിഞ്ഞു. രണ്ടാമത്തെ സെറ്റ് എക്സാമിൻ്റെ സമയം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് 2 എക്സാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അതെനിക്ക് തോക്കുമെന്ന് പേടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ നമുക്കിവിടെ വന്ന് അച്ഛനെ കാണാം. അങ്ങനെ ഞങ്ങളവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം ജയിക്കണം എന്ന് പറഞ്ഞാൽ മതി, പിന്നെ 2 ഒന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞതാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല, എനിക്കത് ആ എക്സാം വാരിവലിച്ച് എഴുതിയാലും ജയിക്കുമോ എന്ന് പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഇവൻ എന്താ ഇങ്ങനെ പറഞ്ഞ് അതിനൊരു തീരുമാനമായെന്ന് തോന്നി അപ്പം തന്നെ. പിന്നെ ഞാൻ പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ ഇവനോടൊന്നും പറഞ്ഞൊന്നുമില്ല. ഇനി ഞാൻ എൻ്റെ മനസ്സിൽ അതൊരു വിഷമമായിട്ട് കിടക്കണ്ടല്ലോ എന്ന്. എക്സാം വന്നു, എക്സാം എഴുതി. പക്ഷേ അച്ഛൻ ബുദ്ധിമുട്ടുള്ള എക്സാം എഴുതിയിട്ട് ആദ്യത്തെ എക്സാമിന് കുഴപ്പമുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ എക്സാം എഴുതിയപ്പോൾ തലേ ദിവസം തന്നെ ഭയങ്കര തലവേദനയും പല്ലുവേദനയൊക്കെ ആയിട്ട് പഠിക്കാൻ പറ്റിയില്ല. ഒരു 4:15 ആ എക്സാം എഴുതി പുറത്തിറങ്ങി. 5 മണിക്ക് തീരേണ്ട എക്സാമാണ്. പക്ഷേ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കങ്ങനെ എഴുതാൻ പറ്റിയോ, ശരിക്കും അങ്ങനെ എഴുതാൻ എന്തൊക്കെയോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എക്സാം റിസൾട്ട് വന്നപ്പോൾ അച്ഛനോട് പ്രാർത്ഥിച്ചിട്ടുള്ള എക്സാം 2ഉം ജയിക്കുകയും അവൻ വാരി വലിച്ച് എഴുതാൻ പോയ എക്സാം 2 തോക്കുകയും ചെയ്തു. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് അവനത് അത്ര കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അടുത്ത പ്രാവശ്യം എഴുതാം, അത് കുഴപ്പമൊന്നുമില്ല, അത് എന്താണെന്നറിയില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ അടുത്ത പ്രാവശ്യമല്ല, പെട്ടെന്ന് തന്നെ എക്സാം ഡേറ്റ് കിട്ടി, വേഗം അത് എഴുതി. പക്ഷേ അത് എഴുതിയപ്പോഴും അവനിങ്ങനെ അത് തോറ്റുപോയപ്പോൾ അവനാകെ വിഷമമായി. അവൻ അത്ര പ്രതീക്ഷിച്ചില്ല എങ്ങനെയായാലും ജയിക്കുമെന്നുള്ളൊരു എക്സാമായിരുന്നു അത്. അപ്പോൾ എനിക്ക് തോന്നി ഇവനെ ഉടമ്പടി എടുക്കണം. ഞാൻ എൻ്റെ ഉടമ്പടിയിലൂടെ ചിലപ്പോൾ അവനത് ശരിയാവില്ലായിരിക്കും, ഉടമ്പടി എടുക്കേണ്ടി വരുമെന്ന്. പക്ഷെ ഞാനിവിടെ അങ്ങനെ ഒരു വീട്ടിലൊരാൾക്കല്ലേ ഉടമ്പടി എടുക്കാൻ പറ്റൂ. പക്ഷെ അത് വേണമെങ്കിൽ ഇവിടെ വന്ന് ഓഫീസിൽ വന്ന് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഷിപ്പിൽ വർക്ക് ചെയ്യണതല്ലേ, എടുക്കണോണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തതിന് ശേഷം അവൻ എക്സാം എഴുതുകയും ആ എക്സാം വിജയിക്കുകയും ചെയ്തു. അങ്ങനെ എഴുതിയ 10 എക്സാം അവൻ ജയിച്ചു. അതിനുശേഷം ഒരു 3 ഓറലായിരുന്നു. ഒരു ഓറൽ കഴിഞ്ഞു. അടുത്ത ഓറലിന് സമയമുള്ളതുകൊണ്ട് ഇനി വരുമ്പോൾ ഓറൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഓറലിൻ്റെ കാര്യം നിതു പറയും. എൻ്റെ പേര് നിതു. അമ്മ റിട്ടേൺ എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. മർച്ചൻ്റ് നേവിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് പ്രമോഷന് വേണ്ടിയിട്ട് 10 റിട്ടേൺ എക്സാമും 3 ഓറലുമാണുള്ളത്. റിട്ടേൺ 10 പാസ്സായി, അത് അമ്മ പറഞ്ഞു മുമ്പ്. പിന്നെ 3 ഓറലിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തപ്പോൾ 1 കിട്ടി, ബാക്കി 2 പോയി. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ വീണ്ടും ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഡേറ്റ് കിട്ടുന്നില്ല.
അപ്പോൾ കുറേ നാളെ നാട്ടിൽ വന്ന് നിൽക്കാന്ന് വേണ്ടിയിട്ട് ആകെ പൈസയ്ക്കാകെ ടൈറ്റായി. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ ഒന്ന് പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള 2 കംപ്ലീറ്റ് ചെയ്യാം, അതുവരെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കമ്പനിയിൽ വിളിച്ച് പറഞ്ഞു, നമുക്ക് ഇനി ഞാൻ പോവാണ്, നീ നാട്ടിൽ നിന്നാൽ ശരിയാവില്ല, കുറച്ച് നാളായി വന്നിട്ട്, ഒരു 1.5 കൊല്ലത്തോളമായി ആ സമയത്ത് കേട്ടോ. അപ്പം അത് അവർ വിളിച്ച് പറഞ്ഞെല്ലാം മെഡിക്കലെല്ലാം കഴിഞ്ഞു, എല്ലാം ചെയ്തു, പോകാൻ വേണ്ടി റെഡിയായി. വീട്ടിൽ ഒന്ന് റെഡിയായി നിൽക്കുന്ന സമയത്താണ് വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കിയിരിക്കുക. അപ്പോൾ ഒരു പട്ടി വീടിൻ്റെ മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ വീടിൻ്റെ മുകളിൽ മമ്മിക്ക് ചെറിയ കൃഷിയൊക്കെ ഉണ്ട്, ഇത്തിരി പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പട്ടി അതൊക്കെ നശിപ്പിക്കേണ്ടെന്ന് വെച്ച് ഞാൻ അതിൻ്റെ പിന്നാലെ കയറിപ്പോയിട്ട് പട്ടീനെ ഓടിപ്പിച്ചു. അതിൻ്റെ പിന്നാലെ എന്നിട്ട് ഞാൻ ഇറങ്ങി പോരണം. അപ്പോൾ ചെറിയൊരു മഴയുണ്ട്. അപ്പോൾ ഞാൻ ആ സ്റ്റെയർ ഇറങ്ങിയപ്പോൾ അത് ഞാൻ വഴിക്ക് അടിച്ചടിച്ച് താഴെ വരെ എത്തി. അപ്പം എന്തോ ഭാഗ്യത്തിന് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തല ഞാനെന്തോ പൊക്കി പിടിക്കാൻ എനിക്ക് തോന്നി, തല കൊണ്ടില്ല. പിന്നെ ഏറ്റവും മുകളിൽ താഴെ വരെ എത്തിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ തണ്ടലും അടിച്ചു കൊണ്ടില്ല ഭാഗ്യത്തിന്. ഈ കൈയുടെ ഈ ഭാഗമാണ് കൊണ്ടതുണ്ട്, ഹ്യൂമർ ബോൺ. അപ്പം തന്നെ എനിക്ക് തോന്നി നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്, നല്ല വേദന, കൈ മൊത്തം നീര് വന്നു, ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്യേണ്ടി വന്നു. അപ്പോൾ വീണ്ടും ഒരു 6 മാസത്തോളം ഗ്യാപ്പായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഗ്യാപ്പ് നാട്ടിലുണ്ടല്ലോ, ബാക്കിയുള്ള മറ്റേ 2 എക്സാം ഓറൽ ബാക്കിയുള്ളത് അത് കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ നേരെ അങ്ങോട്ട് പോയി. വീണ്ടും ബുക്ക് ചെയ്തു, ഫസ്റ്റ് പ്രാവശ്യം കൊടുത്തു, പാസ്സായില്ല. 2 ബാക്കിയുണ്ട് കേട്ടോ, പാസ്സായില്ല. പിന്നെ ഞാൻ വീണ്ടും ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്നു. രണ്ടാമത്തെ ഞാൻ വീണ്ടും ബുക്ക് ചെയ്തു, 1 കിട്ടി. അപ്പം ഞാനത് വീട്ടിൽ വീണ്ടും ഇരിക്കുന്ന സമയത്ത് മോളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവളുടെക്ക് പഠിക്കാൻ വേണ്ടി വൈഫ് എന്തോ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൾ പുറത്തേക്ക് അടുക്കളയ്ക്ക് എവിടെയോ പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു നോക്കിക്കോളോട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, അമ്മ പോയപ്പോഴേക്കും അവൾ കളിച്ചു തുടങ്ങി. ഇപ്പം ഞാൻ പറഞ്ഞു പരീക്ഷയ്ക്ക് തോറ്റി നമ്മുടെ നല്ല തല്ല് കിട്ടും. അപ്പോൾ അവൾ എന്നോട് പറയുക ചെയ്തത്, അപ്പൻ തോറ്റില്ല എന്നിട്ട് അമ്മ തല്ലിയില്ലല്ലോ. അപ്പോൾ എനിക്കാകെ സങ്കടവും ഒന്നും വിഷമമായി, ചിരിക്കണോ കരയണോ ഒന്നുമില്ല, അങ്ങനത്തെ അവസ്ഥയിലായി. അപ്പോൾ ഞാൻ മാതാവിനോട് ദൈവം ഇനി ഇങ്ങനെ മക്കളുടെ മുമ്പിലെങ്കിലും തല എഴുതാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ബുക്ക് ചെയ്തു. എക്സാമിന് പോയി. ഞങ്ങളൊരു 3-4 പേര് റൂം എടുത്ത് ഒരുമിച്ച് എറണാകുളത്ത് ഇരുന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്ത് പഠിച്ചു. അവിടെ അപ്പോൾ ഞങ്ങൾ എക്സാം ഡേറ്റ് പോയി. ഓറലിന് പോയപ്പോൾ അത് 2 ഓറൽ എക്സാം സർവേയർമാരുണ്ടാവാം. അപ്പോൾ അവർ വിളിക്കുന്ന അസസ്മെൻറ്റ് ഡേറ്റിൻ്റെ പ്രകാരമാണ് അവർ വിളിക്കുക. അപ്പോൾ എൻ്റെ ഏറ്റവും ഫസ്റ്റ് അസസ്മെൻറ്റിൻ്റെ ഡേറ്റ് എൻ്റെയാണ്. അപ്പോൾ ഞാനാണ് ഏറ്റവും ആദ്യം വരുന്നത്. ഏറ്റവും ആദ്യം വരുന്നവർക്കൊരു കുഴപ്പമുണ്ട്, എക്സാം കൊടുക്കുക, പക്ഷേ ആ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണും നമുക്ക് കിട്ടില്ല. ആദ്യം ചോദിക്കുന്ന ആളോടുള്ള ക്വസ്റ്റ്യൻസ് പാറ്റേൺ തന്നെയായിരിക്കും അവസാനം വരെ. പക്ഷേ അത് എനിക്ക് ആ കിട്ടുന്ന ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് എക്സാമിന് പോയപ്പോൾ ഞാൻ ദൈവമേ എനിക്കിന്ന് ഒരു 4ാമത്തെങ്കിലും ആക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ രാവിലെ മാതാവിനോടൊക്കെ പറഞ്ഞ് ഉടമ്പടി ഇതൊക്കെ വെച്ച് ഞാൻ പോക്കറ്റിൽ ഇത്തിരി ഉപ്പ് ഞാൻ ഇട്ടു. വന്നിട്ട് ഞാൻ എക്സാമിന് പോയി. അപ്പോൾ ആ സർവേർ വന്നത് അയാൾ അസസ്മെൻറ്റ് ഡേറ്റ് നോക്കിയല്ല വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ ഒരു വെള്ള പേപ്പർ തന്നു, എഴുതാൻ പറഞ്ഞു, പേരെഴുതാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പേരെഴുതാൻ പോയപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ എഴുതണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് എഴുതാം. ഞാൻ പേനോടെ വെച്ചിട്ട് ഞാൻ അകത്ത് പോയിരുന്ന് പഠിക്കാൻ പോയി. പിന്നെ എൻ്റെ പിന്നാലെ ഒരു 6 പേര് വന്നു. 6 പേരും പേരെഴുതി, അതിൽ ആ ഓർഡർ സീരിയൽ നമ്പറിൽ എഴുതി. അപ്പോൾ അവിടെ നിന്ന് എക്സാമിന് വിളിച്ചത് എന്നോട് കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, പറഞ്ഞിട്ടാ നീ പേര് എഴുതിയോ? ഞാൻ ഇല്ല എഴുതിയിട്ടില്ല, അത് പോയി എഴുതല്ലെങ്കിൽ എക്സാമിന് വിളിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൻ്റെ പിന്നാലെ പോയി 7ാമത്തെ സീരിയൽ നമ്പറിൽ ഞാൻ പേരെഴുതി. എക്സാമിൻ്റെ വിളിച്ചു തുടങ്ങി. ആ പേപ്പറിൽ എഴുതിയ സീരിയൽ നമ്പറിലാണ് വിളിച്ചു തുടങ്ങി. ഞാൻ 7ാമതായി. അപ്പോൾ എനിക്ക് സന്തോഷമായി, ദൈവമേ ഇത് മുമ്പത്തെ ക്വസ്റ്റ്യൻസൊക്കെ കുറച്ചൊക്കെ ഇട്ട് നമുക്ക് അത് തന്നെ അത് പറയാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ 3ാമത് കയറി. അവനോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെ എന്നോടും ചോദിച്ചു. ഞാൻ അത്യാവശ്യം അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു സർവേറിനൊരു കോള് വന്നു. പിന്നെ ആ കോളിൽ അവർ തമ്മിൽ എന്തോ തല്ല് നടക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. അവർ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും നടക്കാം. പിന്നെ ഞാൻ എന്ത് ഉത്തരം പറഞ്ഞാലും അയാൾ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ആ കൂട്ടുകാരൻ പറഞ്ഞ അത് ഉത്തരം തന്നെ ഞാൻ പറഞ്ഞേക്കണത്, അവനോട് ഗുഡും എന്നോട് ചീത്തയും. അപ്പം എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ വിചാരിച്ചു പോയി. പിന്നെ എക്സ്റ്റേണലിൻ്റെ ഓറലാണ് കഴിഞ്ഞത്, ഇനി പുറത്ത് വന്നിട്ട് ഇൻറ്റേർണൽ വീണ്ടും എടുക്കും. അപ്പം ഞാൻ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു, ഇത് ചാൻസ് കുറവാണ്, ഇങ്ങനെ എക്സ്റ്റേണൽ തന്നെ നല്ലോണം ഇതാക്കിയിട്ട് വിട്ടത്, അപ്പോൾ ബുദ്ധിമുട്ടാണ് മമ്മി എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി ചോദിച്ചു ഇൻറ്റേർണലിൻ്റെ പേരെന്താന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഡാനിയൽ ജോസഫ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. പുള്ളിക്കാരൻ കുഴപ്പമില്ല, ചില സമയത്ത് ആളെന്തൊരു ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു ജോസഫ് എന്നുള്ള പേര് അതിലുണ്ടല്ലേ, അപ്പോൾ നീ പേടിക്കേണ്ടടാ, അത് കിട്ടും, നിനക്ക് എന്തായാലും അത് നിനക്ക് തന്നെ വരും, നീ പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കയറി സർവേർ എന്നോട് ചോദിച്ചു എന്താ പേരെന്ന് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞു. പിന്നെ എൻ്റെ കുറച്ച് വീട്ടുകാര്യങ്ങൾ, വീട്ടിലെവിടെയാണ്, വീട്ടിലാരൊക്കെയുണ്ട്, വൈഫുണ്ട്, പിള്ളേരുണ്ടോ എല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ പാസ്സാക്കണം, ഞാൻ നിന്നൊന്നും ചോദിക്കണില്ല, നീ പാസ്, ഞാൻ ബാക്കി മറ്റാൾ പറയണതെല്ലാം ഞാൻ കേട്ടു, ഞാൻ നിന്നോടൊന്നും ചോദിക്കണില്ല, ഞാൻ പാസ്സായി, നീ അല്ലേ ആദ്യം പറഞ്ഞത് ഞാൻ തോറ്റു എന്ന്, ഇനി നിൻ്റെ എക്സാം വരുമ്പോൾ ഞാൻ പറയോടി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ എൻ്റെ കൈയുടെ ഒരു ഇഷ്യൂ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഈ കയറുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് ഇത്തിരി സ്ട്രിക്റ്റാണ്. അപ്പോൾ അവർ പറഞ്ഞത് നീ ഒരു കാര്യം ഞാൻ ജസ്റ്റ് സർജറി ചെയ്തോളൂ, രാജഗിരി ആലുവല ചെയ്തത്, അപ്പോൾ അവരുടെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അതിന് മുന്നേ ഞാൻ 6 മാസം കഴിഞ്ഞപ്പോൾ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് എല്ല് ഫുള്ളായിട്ട് യോജിച്ചിട്ടില്ല, അപ്പം നമുക്ക് ചിലപ്പോൾ ബോൺ ക്രാഫ്റ്റിംഗ് ചെയ്യേണ്ടി വരും. അപ്പം ഞാനാകെ പേടിച്ചു പോയി. ഒരു സർജറി കഴിഞ്ഞു, വീണ്ടും സർജറി കഴിഞ്ഞാൽ വീണ്ടും കൈ വെട്ടിപ്പൊളിച്ചിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും, അപ്പോൾ ഇനിയും ഡിലേ വരും. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് ഇത് പണിയായി, മമ്മീനോട് വൈഫിനോടൊക്കെ പറഞ്ഞു പണിയാണ്. അപ്പോൾ അവരൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ തൈലം ഉണ്ടല്ലോടാ പറഞ്ഞിട്ട് തൈലം പുരട്ടി കുറേ തന്നെ പ്രാർത്ഥിച്ചിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും അടുത്ത എക്സാം കൈയുടെ എക്സ്റേ ഇതൊക്കെ വരുന്നത്, ചെക്കപ്പ് വരുന്നത്. അപ്പം അതിന് പോയി അവർ എക്സ്റേ എടുത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് ഷോൾഡർ തട്ടി യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് നൗ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൈയുടെ കേസ് കർത്താവിൻ്റെ കൃപ കൊണ്ടും മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെ കൃപ കൊണ്ടും കൈയും ശരിയായി. ഇപ്പം ഞാൻ അടുത്ത മാസം തിരിച്ച് ജോയിൻ ചെയ്യാനായിട്ട് പോവാണ്. ഒരു ഗ്യാപ്പ് ഉണ്ട്, മാതാവിൻ്റെ കൂടെ ഉണ്ടാവും, 2 കൊല്ലത്തെ ഗ്യാപ്പായി ഞാൻ വന്നിട്ട്, മാതാവിൻ്റെ കൂടെ ഉണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പം നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അന്ന് എന്നോട് സർവേയറിൻ്റെ പേര് ചോദിച്ചപ്പോൾ ഡാനിയൽ ജോസഫ് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായത്. കാര്യം ജോസഫ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അത് മാതാവിൻ്റെ ആൾ തന്നെയാണ് നിതു, നീ ധൈര്യമായിട്ട് എക്സാം എഴുതിക്കോളൂ, ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, അവനും അവൻ്റെ കൂടെയുള്ളവരൊക്കെ ജയിച്ചു. ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ എക്സാം കഴിഞ്ഞു. ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പത്രങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി പ്രാർത്ഥനയോടുകൂടി തന്നെ എല്ലാവർക്കും കൊടുക്കും. ഞാൻ ഗവൺമെൻറ് ആസ്പത്രിയിൽ ആദ്യത്തെ മാസത്തെ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഗവൺമെൻറ് ആസ്പത്രിയിൽ ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു 20 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി 12 മണിക്ക് മുമ്പ് ഞാനവിടെ എത്തിക്കും. പിന്നെ സാധിക്കുന്ന കാരുണ്യ പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പാലിയേറ്റീവ് കെയർ, 1-2 പാലിയേറ്റീവ് കെയർ ഉണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ നിതുവിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മാക്സിമം എന്ത് പറഞ്ഞാലും ഒരെതിരും പറയാണ്ട് എനിക്ക് ചെയ്തു തരും. ഇവിടുത്തെ കാര്യമായാലും വരുന്നത് കാര്യമായാലും എന്ത് കാര്യമായാലും ചെയ്തു തരുന്നൊരു മോനാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. അമ്മയുടെ പ്രതീക്ഷിക്കുന്ന സാക്ഷിയെ എന്നെ ഇവിടെ നിർത്താൻ സഹായിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ബെറ്റ്സി, ഇത് എൻ്റെ അമ്മ ബീന. ഞങ്ങൾ വരുന്നത് മുളന്തുരുത്തിയിൽ നിന്നാണ്. ഞങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസികളാണ്. ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകാനായിട്ട്, ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് പോകുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകാനായിട്ട് പ്രോസസ്സ് ചെയ്തു തുടങ്ങി. ഞാൻ പ്രോസസ്സ് ചെയ്തിട്ട് എൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. എഡ്യൂക്കേഷൻ്റെ പേപ്പർ എന്ത് ചെയ്താൽ അപ്ഡേഷൻ ആവുന്നില്ല. ഒരുപാട് ദിവസങ്ങൾ വെയിറ്റ് ചെയ്തു. ഏജൻസീനെ വിളിച്ചു. അവർ പറയുന്നു ഇപ്പം ശരിയാവും, എന്ത് ചെയ്താൽ ശരിയാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടെ കിട്ടിയിട്ടില്ല, ഇങ്ങനെ ഒരു പേപ്പറേ കിട്ടിയിട്ടില്ല. പിന്നെയും ഞാൻ കോളേജിൽ നിന്ന് എല്ലാം ഒന്നോടെ അയക്കേണ്ട വന്നു. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഇതെന്തായാലും ഞാൻ ഇനി അയച്ചു കഴിഞ്ഞാൽ എനിക്കത് കിട്ടില്ല, അവിടെ എത്തില്ല എന്നുള്ളത് എനിക്ക് വളരെ ഉറപ്പുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി കൃപാസനത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് പേപ്പർ തരുന്നത്.
അപ്പം അതുവരെ ഞാൻ ആ പേപ്പർ തുറന്നു നോക്കിയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി തന്നു. അപ്പം എല്ലാം ചിരിച്ച് ആ ചേച്ചിയോട് പറഞ്ഞാൽ ശരി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതുവരെ തുറന്നു നോക്കിക്കൊണ്ടുണ്ടായില്ല. അപ്പം ഇത് നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, അമ്മേനോട് പറഞ്ഞു, അമ്മേ നമുക്കങ്ങ് പോയാലോ, ഒന്ന് കൃപാസനം വരെ ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാം, നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു. അപ്പം തലേ ദിവസം തന്നെ പോരുന്നതിന് മുമ്പ് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. അന്ന് ഇരുമ്പിൻ്റെ തോട്ടി എൻ്റെ കാല് വീണു, ചതഞ്ഞ് കാല്, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം ഉടമ്പടി എടുക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് വന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ഇതിലാണ് വന്നത്. അപ്പോൾ ഇവിടെ ക്യൂയിൽ നിന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അമ്മയ്ക്ക് ഇത്രയും വയസ്സായില്ലേ, അപ്പം അമ്മേനെയും കൊണ്ട് എടുപ്പിക്കേണ്ട, മോൾ എടുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് ശരി ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ മോളിൽ ക്ലാസ്സിൽ പോയിരുന്ന എല്ലാ കാര്യങ്ങളും കേട്ടു, എല്ലാം എഴുതി വെച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഉടമ്പടി. അപ്പോൾ എന്തായാലും എനിക്ക് ഈ പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ വേറൊരു വഴിയില്ല, എൻ്റെ പ്രൊഫഷന് വേണ്ടി ഞാൻ ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല എന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞു ഞാനിത് എന്തായാലും ഉറപ്പായിട്ടും കൃത്യമായി ചെയ്യാൻ തീരുമാനിച്ചു. ഇത് ചെയ്യാൻ തുടങ്ങി. ഞാൻ 16-ാം തീയതിയാണ് ഇവിടെ വന്ന്, ജൂൺ 16, 2023 ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്.